1967 ജനുവരി മാസം 27-ാം തീയതി, സമയം വൈകുന്നേരം 6:31. ആ നിമിഷം 3 ആസ്ട്രോനോട്ട് ജീവനോടെ അഗ്നിക്കിരയായി. ദുർഗന്ധം വമിക്കുന്ന ആ വിഷവാതകങ്ങൾ ശ്വസിച്ച് ശക്തമായിട്ടുള്ള ആ താപനിലയിൽ നിലനിൽക്കാൻ സാധിക്കാതെ അതിശക്തമായിട്ടുള്ള മർദ്ദത്തിൽ ആ 3 ജീവനുകൾ പൊലിഞ്ഞുപോയി. ചന്ദ്രനിലേക്ക് എത്താനുള്ള ആദ്യ പടിയുടെ പരീക്ഷണത്തിലായിരുന്നു അവർ. അപ്പോളോ 1 എന്നാണ് ആ മിഷനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ മിഷൻ ശരിക്കും ചന്ദ്രനിലേക്ക് ഇവർ 3 പേരെ എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നില്ല. ആദ്യമായിട്ട് ഒരു ക്രൂഡ് മിഷൻ നടപ്പിലാക്കിയായിരുന്നു. കൃത്യമായിട്ട് ആ പേടകം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുകയായിരുന്നു. ആ പരിശോധന വലിയ പരാജയമായിരുന്നു. അതിലൂടെ 3 ആസ്ട്രോനോട്ട്സിനെയാണ് അന്ന് നാസയ്ക്ക് നഷ്ടമായത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഷോർട്ട് സർക്യൂട്ടാണ്, ഒരു ചെറിയ സ്പാർക്ക്. ആ ചെറിയ സ്പാർക്ക് ഉണ്ടായ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള മർദ്ദത്തിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഓക്സിജനാണ് അവിടെ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അവിടെ ഒരു സ്പാർക്ക് ഉണ്ടായപ്പോൾ ആ ഓക്സിജൻ അടങ്ങിയിരുന്ന ആ ചേമ്പറിന് ചുറ്റുമുണ്ടായിരുന്ന നൈലോൺ ഫാബ്രിക് അഗ്നിക്ക് ഇരയായി. അങ്ങനെ ആ ഒരു പേടകം തന്നെ പൂർണ്ണമായിട്ടും കത്തിച്ചാമ്പലാവുകയായിരുന്നു. കത്തിച്ചാമ്പലാകുന്നതിന് തൊട്ടു മുൻപ്, ഏകദേശം 90 സെക്കൻഡ് മുൻപ്, ആ 3 ആസ്ട്രോനോട്ട്സിനും തങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് അറിയാമായിരുന്നു. ഉടനെ തന്നെ അവർക്കൊരു സന്ദേശം ബേസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കാനും സാധിച്ചു, കോക്പിറ്റ് അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അവിടെ പോയി ആ ഹാച്ച് തള്ളി തുറക്കാൻ ശ്രമിക്കാൻ പോലും സാധിക്കില്ല. കാരണം അവിടെ മുഴുവനും അഗ്നിബാധയായി കഴിഞ്ഞു. ഇനി അവിടെ എത്തിച്ചേർന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ചില ആളുകളൊക്കെ പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ആ ഹാച്ച് കുത്തി തുറക്കാനായിട്ടൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പരാജയമായിരുന്നു. കാരണം അകത്തേക്കാണ് ആ വാതിൽ അല്ലെങ്കിൽ ആ ഹാച്ച് തുറക്കുന്നത്. അകത്തേക്ക് തുറന്നു മാറണമെങ്കിൽ അവിടെ മർദ്ദം കുറവായിരിക്കണം. ഇത്രയധികം അഗ്നിബാധ സംഭവിക്കുന്നതിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള താപവും പ്രഷറുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹാച്ച് തുറക്കപ്പെട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന 3 ജീവനുകളും പെടഞ്ഞ് ഇല്ലാതെയായി. അതോടുകൂടി കുറേയധികം നാളത്തേക്ക് നാസ അടച്ചുപൂട്ടിയിരുന്നു. പിന്നീട് മാത്രമാണ് നമുക്ക് അപ്പോളോ മിഷൻ്റെ തുടർന്നുള്ള മിഷനുകൾ നടപ്പിലാക്കാൻ സാധിച്ചതും ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യിപ്പിക്കാൻ സാധിച്ചതും. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.